ജോലി ചെയ്യാൻ വേണ്ടി മാത്രം നാം ജീവിക്കരുത്. ജോലിക്കപ്പുറത്തുള്ള ജീവിതത്തെ തിരിച്ചറിയാനും ആസ്വദിക്കാനും നമുക്കാകണം. ജോലി ജീവിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കി എന്നതാണ്. ചിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തണം. കരയാനുള്ള മാർഗങ്ങൾ വേണ്ടപ്പെട്ടവർ കൊണ്ടുവന്ന് തരും. കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങിനായി കൊതിക്കാറുണ്ട് പലരും. പലപ്പോഴും ഒരർത്ഥത്തിൽ ആ വിശ്വാസം തന്നെയാണ് പരാജയവും. കൂട്ടിനാരും ഇല്ലെന്ന് സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിക്കണം. ഒരു പക്ഷേ അത് തന്നെയാണ് യാഥാർത്ഥ്യവും. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ നന്മയും നാശവും തീരുമാനിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് നിങ്ങളുടെ നാവാണ്. അതിനെ സൂക്ഷിച്ചാൽ നിങ്ങൾ വിജയിച്ചു. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിന്നും ആരെന്ത് വിചാരിച്ചാലും എനിക്ക് പുല്ലാണ് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് നിന്ന് നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങും. ഒരു തുള്ളി ചോര പോലും പൊടിയാതെ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അത് വാക്കുകൾക്ക് മുന്നിലായിരിക്കും. പുരുഷന്മാർ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു സ്ത്രീയാണ് ഒരു കാര്യത്തിനും ആക്റ്റീവല്ലാതെ എല്ലാത്തിനും മടി കാണിച്ച് ബാക്കിലേക്ക് പോകുന്ന സ്ത്രീകളെ ഒരു പുരുഷനും ഇഷ്ടപ്പെടില്ല. വഞ്ചിക്കപ്പെട്ടിട്ടും ആളുകൾക്ക് നന്മ ചെയ്യുന്നത് നിർത്താത്തവനാണ് ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി. നമ്മുടെ ജീവിതത്തിൽ ആർക്കൊക്കെ പ്രാധാന്യമുണ്ട് എന്നതിലല്ല, അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പ്രാധാന്യമുണ്ടോ എന്നതിലാണ് കാര്യം. അടുത്ത നിമിഷം എന്താകുമെന്നോർത്ത് നമുക്കാർക്കും ജീവിക്കാനാവില്ല. ജീവിതം വെച്ച് നീട്ടുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ഇച്ഛാശക്തി ആർജിച്ചെടുക്കുക. എന്ത് സംഭവിച്ചാലും മുന്നോട്ട് ജീവിക്കുമെന്ന ദൃഢനിശ്ചയം ഓരോ നിമിഷവും വളർത്തിക്കൊണ്ടേയിരിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയുന്നവരല്ല, ഓരോന്നും അറിയേണ്ടവരിൽ ഒതുക്കുന്നവരാണ് വിവേകശാലികൾ. ജീവിതത്തിൽ പേടിക്കേണ്ടത് അനുഭവങ്ങളെയല്ല, അഭിനയങ്ങളെയാണ്. അഭിനയിക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. പക്ഷേ ആ ഒരു കഴിവാണ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയത്.